ഫൗസിത്ത, നിങ്ങൾ ഏതാണ് മദ്ഹബ്? സുന്നിയാണോ അല്ലെങ്കിൽ മുജാഹിദാണോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമാണോ? അധിക പേർക്കുള്ള ഒരു സംശയമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ നോമ്പിൻ്റെ സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു, നോമ്പിന് സുബഹിക്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണപാത്രം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടല്ലോ 23:50, അത് വ്യക്തമാക്കിയിട്ടൊന്ന് പറഞ്ഞു തരുമോ? അതുകൂടാതെ ആ സമയത്ത് 2 ബാങ്ക് ഉണ്ടായിരുന്നല്ലോ, ആ ബാങ്ക് ആരൊക്കെയാണ് കൊടുത്തതെന്നും ആ ബാങ്കിൽ ഏത് ബാങ്ക് കേട്ടാലാണ് നമ്മൾ ഭക്ഷണപാനീയങ്ങൾ നിർത്തലാക്കേണ്ടതെന്നും അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് കൂടുതലായി വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തരുമോ? നിന്റെ എല്ലാവിധ സംശയങ്ങളും ഞാൻ ഇന്ന് തീർത്തുതരാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോമ്പിൻ്റെ സമയത്തെക്കുറിച്ച് പലർക്കും ഉണ്ടാകാറുള്ള ഒരു പ്രധാന സംശയമാണിത്. ഇതിനെക്കുറിച്ച് ഇസ്ലാമിക വിധി എന്തൊക്കെ നമുക്ക് നോക്കാം. പ്രധാന വിധി എന്താ നോക്കാം. സുബഹി ബാങ്ക് വിളിക്കുന്നതോടുകൂടി എന്തായി, അതായത് ഉഷസ്സുദിക്കുന്ന സമയം നോമ്പ് എന്തായി ആരംഭിച്ചു. അതിനാൽ തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ വായിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ തുപ്പിക്കളയണം എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും വ്യക്തമാക്കുന്നത്. ബാങ്ക് കേട്ടിട്ടും മനഃപൂർവ്വം ഭക്ഷണം ഇറക്കിയാൽ ആ നോമ്പ് എന്താവില്ല, ശരിയാവുകയില്ല. എങ്കിലും ഇതിൽ ചെറിയൊരു ഇളവ് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കുക. ഇനിയിപ്പോൾ കയ്യിലുള്ള പാത്രത്തിൻ്റെ വിധി. കയ്യിലിപ്പോൾ ഭക്ഷണ പാത്രം ഉണ്ട് വിചാരിക്കുക. ഒരാൾ കുടിക്കാനോ അല്ലെങ്കിൽ കഴിക്കാനോ വേണ്ടിയിട്ട് പാത്രം കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? തൻ്റെ ആവശ്യം നിറവേറുന്നത് വരെ അത് താഴെ വെക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിനൊരു നിബന്ധന ഉണ്ട്. ഇത് ബാങ്ക് വിളിക്കുന്ന കൃത്യസമയത്ത് കൈവശമുള്ള ഭക്ഷണത്തിൻ്റെ കാര്യമാണ് കേട്ടോ. ബാങ്ക് വിളിക്കുന്ന കൃത്യസമയത്ത് കൈവശമുള്ള ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വിളമ്പി കഴിക്കാനോ പാത്രം നിറക്കാനോ പാടുള്ളതല്ല. മനസ്സിലായില്ലേ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് വീണ്ടും ഭക്ഷണം പാത്രത്തിൽ നിറക്കാനോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനോ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളെന്താ ചെയ്യണം? മുൻകരുതലെടുക്കുക. ബാങ്കിന് ഒരു 5-10 മിനിറ്റ് മുമ്പേ ഭക്ഷണം കഴിച്ച് തീർക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇതിനെയാണ് ഇംസാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് വായിലെ ഭക്ഷണം. ബാങ്ക് തുടങ്ങിയാൽ വായിലുള്ള ഭക്ഷണം എന്താക്കാൻ പാടില്ല? അത് ഇറക്കാൻ പാടില്ല. അത് ഒഴിവാക്കി എന്താക്കണം? നമ്മൾ വായ കഴുകണം. മനസ്സിലായില്ലേ? അടുത്തത് നമുക്ക് ബാങ്കിൻ്റെ സമയം നോക്കി വെക്കാം. ഇന്നത്തെ കാലത്ത് കൃത്യമായിട്ട് കലണ്ടർ നോക്കിയാണ് ബാങ്ക് വിളിക്കുന്നത് അല്ലേ? അതിനാൽ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ സമയം അതിക്രമിച്ചു എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എന്താക്കണം? പരമാവധി ബാങ്കിന് മുമ്പേ തന്നെ നമ്മൾ ഭക്ഷണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ കയ്യിലുള്ള പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് കഴിച്ചു തീർക്കാം എന്നതിന് ഇളവുണ്ടെങ്കിലും ബാങ്ക് കേട്ടാലുടൻ ഭക്ഷണം നിർത്തുന്നതാണ് നോമ്പ് സുരക്ഷിതമാക്കാൻ നല്ലത്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അബൂദാവൂദ് ഹദീസ് ശേഖരത്തിൽ 23:50 അബൂദാവൂദ് പറഞ്ഞ ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? ഭക്ഷണപാത്രം കയ്യിലുണ്ടെങ്കിൽ താഴെ വെക്കാൻ പാടില്ല, മുഴുവനാക്കണം. ഇനി അതിൻ്റെ വിധി എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ അബൂദാവൂദ് ശേഖരത്തിലെ 23:50 നമ്പറിൽ പറയുന്ന വിഷയം എന്താ വെച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് നബിയുടെ കാലത്ത് സുബഹിക്ക് മുൻപ് നൽകിയിരുന്ന ആദ്യത്തെ ബാങ്കിനെ അദാനെ കുറിച്ചാണത്. അത് എനിക്ക് മാറിപ്പോയതാണ്, സുബഹിയും എന്നുള്ളത് മാറിപ്പോയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആദ്യത്തെ ബാങ്കിനെ കുറിച്ചാണ് ആ ഹദീസിൽ പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 2 ബാങ്കുകൾ ഉണ്ടായിരുന്നു അന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സുബഹി സമയത്ത് 2 ബാങ്കുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ബാങ്ക് ആരാണ് കൊടുത്തത്? ആദ്യത്തെ ബാങ്ക് കൊടുത്തത് ആരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് ആദ്യത്തെ ബാങ്ക് കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ ബാങ്ക് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചത് സുബഹി സമയം ആകുന്നതിന് അല്പം മുമ്പാണ് ബിലാൽ റളിയല്ലാഹു അൻഹു എന്താക്കിയത്? ബാങ്ക് കൊടുത്തിരുന്നത്. രണ്ടാമത്തെ ബാങ്ക് കൊടുത്ത ആരാണ്? ഇത് സുബഹിൻ്റെ സമയം ആയിക്കഴിഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ആണ് എന്താക്കിയത്? രണ്ടാമത്തെ ബാങ്ക് വിളിച്ചിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യത്തെ ബാങ്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് കൊടുത്തിരുന്നത്. പിന്നെ രണ്ടാമത്തെ ബാങ്ക് സുബഹിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ആണ് ബാങ്ക് വിളിച്ചിരുന്നത്. ഇനി അടുത്തെന്താ നോക്കാം. ഇനി ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്കിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇതിൻ്റെ കാരണം വ്യക്തമാക്കുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു രാത്രിയിൽ അഥവാ സുബഹിക്ക് മുമ്പ് ബാങ്ക് വിളിക്കുന്നത് നിങ്ങളിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അഥവാ തഹജ്ജുദിന് വിശ്രമിക്കാനും ഉറങ്ങുന്നവർക്ക് എഴുന്നേൽക്കാനും വേണ്ടിയാണ്. അല്ലാതെ അത് സുബഹി ആയതുകൊണ്ടല്ല.
ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തിരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ രാത്രി നമസ്കാരത്തിൽ അഥവാ തഹജ്ജുദിൽ ഏർപ്പെട്ടവർക്ക് അത് അവസാനിപ്പിക്കാനും ഇനി തഹജ്ജുദ് നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാനും വേണ്ടിയുള്ള ഒരു അറിയിപ്പ് മാത്രമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചിരുന്ന ആദ്യത്തെ ബാങ്ക്. മനസ്സിലായില്ലേ? നോമ്പ് പിടിക്കുന്നവർക്കുള്ള നിർദ്ദേശം. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നിങ്ങൾ എന്താക്കണം? ഭക്ഷണം കഴിക്കുന്നത് നിർത്തരുത്. മറിച്ച് അന്ധനായ ഇബ്നു ഉമ്മ മക്തൂം ബാങ്ക് വിളിക്കുന്നത് വരെ നിങ്ങൾക്ക് ഭക്ഷണപാനീയം കഴിക്കാം. ബാങ്ക് വിളിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതായത് സുബ്ഹി സാദിക്ക് വെളിപ്പെടുന്നത് വരെ ബാങ്കിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണപാനീയങ്ങൾ നിർത്തലാക്കണം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എന്താ നോക്കാം ഇൻഷാ അല്ലാഹ്. ഇത് തഹജ്ജുദിൻ്റെ ബാങ്കാണോ? അത് സാങ്കേതികമായിട്ട് ഇതിനെ തഹജ്ജുദിനുള്ള ബാങ്ക് എന്ന് വിളിക്കാറില്ലെങ്കിലും അതിൻ്റെ പ്രായോഗിക വശം തഹജ്ജുദ് നമസ്കരിക്കുന്നവർക്ക് സമയം മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു. എന്നാൽ ഇത് സുബ്ഹിയുടെ ഭാഗമായി തന്നെയാണ് അന്ന് കണക്കാക്കിയിരുന്നത്. മനസ്സിലായില്ല? അന്നത്തെ സമയത്ത്. ചുരുക്കത്തിൽ അബൂദാവൂദ് 23:50 പറയുന്നത് സുബ്ഹിക്ക് മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചിരുന്ന ബാങ്കിനെ കുറിച്ചാണ്. അത് ആളുകളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താനും തഹജ്ജുദ് നമസ്കരിക്കുന്നവർക്ക് സമയം ക്രമീകരിക്കാനും വേണ്ടിയുള്ളതായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതായിരുന്നു 23:50 എന്നുള്ള അബൂദാവൂദിൻ്റെ ഹദീസ്. അപ്പോൾ അതിൽ സുബ്ഹിയും പിന്നെ തഹജ്ജുദും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. മനസ്സിലായില്ലേ? നമ്മൾ ഹദീസുകളെ കുറിച്ച് കൂടുതൽ ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിക്കാൻ നമ്മളെന്താക്കിയില്ല, ഞാൻ ചെയ്തില്ല. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഓരോ ഹദീസുകളും കൂടുതലായിട്ട് പഠിക്കണം. എല്ലാ മദ്ഹബുകാരും എന്തൊക്കെയാണ് പറയുന്നത് നോക്കി അതിൽ യഥാർത്ഥം സത്യാവസ്ഥ ഏതാണ് സത്യമുള്ളത് അതിൽ സത്യം മാത്രം പിന്തുടരുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും ചര്യകളും മാത്രം പിന്തുടരുന്ന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത പുതുതായിട്ടുള്ളൊരു കാര്യങ്ങളും കൊണ്ടുവരാത്ത ഒരു ദീനിയായ അള്ളാഹുവിലും എൻ്റെ റസൂലിലും നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളെയും സ്നേഹിക്കുന്ന ഒരു വിനീതയായ ഒരു സ്ത്രീയാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.